സംഭവം മനസ്സിലായ? ഈ റൗണ്ടിന്റെ പേരാണ് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി. അങ്ങനെ നമ്മുടെ പെരിന്തൽമണ്ണയിലെ ഫിനാലെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 1,07,000 രൂപയുടെ മത്സരത്തിനുള്ള സെറ്റപ്പ് ഇവിടെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, 2 കുടങ്ങളുണ്ട്, ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഒന്ന് മറിയിക്കൂ, കണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വരിക, ഈ കുടം ഫുള്ള് നിറയ്ക്കുക, ഈ കുടം നിങ്ങൾ തലയിൽ വെക്കുക. ഈ കുടം തലയിൽ വെക്കുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ബലൂൺസ് ഇരിപ്പുണ്ട്, കണ്ടോ? അപ്പൊ ഇതില് ഒരു ബലൂൺ നമ്മൾ ഇവിടെ വെക്കും, മറ്റേ ബലൂൺ നമ്മൾ ഇങ്ങനെ വെക്കും. അതിൽ നമ്മൾ തലയിൽ കുടമായിട്ട് അപ്പൊ ഇങ്ങനെ ചറങ്ങി പോകും, താഴെ പോകും. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ആ ബലൂൺ എടുത്ത് വെക്കണം. അപ്പൊ തലയിലെ ചട്ടി പൊട്ടി പോകും. ചട്ടി ഒരു തല വെക്കുന്നു, നമ്മൾ കൊണ്ടുവന്നു, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ഒരു മാർക്ക് കണ്ടോ, മിനിമം ആ മാർക്കിൽ നമ്മൾ നിറയ്ക്കണം, എന്നാലേ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ എങ്ങാനും ചട്ടി വീണ് പൊട്ടിയ അപ്പ ഗെറ്റ് ഔട്ട് ആണ്, എലിമിനേറ്റഡ് ആണ്. പിന്നെ രണ്ടാമത് ചട്ടിയും കൊടുവും തരത്തില്ല. ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരാം കേട്ടോ. കുടം വേണമെങ്കിൽ ഞങ്ങൾ അത് എടുത്ത് വെച്ചുതരാം. തലയിൽ സ്റ്റാർട്ടിങ്ങിൽ ബലൂണൊക്കെ വെച്ച് ഞങ്ങൾ കുടം എടുത്ത് വെച്ചുതരാം. എന്നിട്ട് അവിടെ പോകുമ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ബലൂൺ പോയാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലേ കിട്ടാൻ പോകുന്ന സമയം 60 അല്ല, മറിച്ച് 90 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആദ്യം ആര് മത്സരിക്കണം എന്നുള്ളത് സുനിലേക്ക് തീരുമാനിക്കും. ഹെലൻ ആദ്യം മത്സരിക്കട്ടെ. കണ്ടോ, അതാ തുടങ്ങുന്നതിന് മുന്നേ വെള്ളം നിറച്ച് വെച്ച് കൊടുക്കുവാണേ. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണ് സഹായത്തോടുകൂടി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചേരാട്ടോ. 1,05,000 രൂപ. ഹെല എടാ ശകുനം കെട്ടവനെ അവിടെ നില്ല്. വീണ് പൊട്ടട്ടേ അല്ലേ, വേറെ വഴിയില്ല. പൊട്ടി ഞാൻ പറഞ്ഞിട്ട് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ റെഡി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്നാലും ജഗതി റെഡി അല്ലേ? ഫ്രണ്ടിലോട്ട് കയറുന്നു. ജഗതി ഇല്ലെങ്കിലും നമുക്ക് മിനിമം ഒരു ഇടപ്പഴി. ആദ്യം നേരെ നിൽക്ക്. എന്താ ചെയ്യണ്ടേ? ഓക്കെ പോട്ടെ. തലകളിയാ, ഇതുപോലത്തെ തല എവിടെ കിട്ടും? ഈ തല എവിടെയാണ് വെച്ചിരിക്കുന്നത്? സിമ്പിൾ ആണ്. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആണ്. എവിടെ നിന്ന് കൊണ്ടുവന്നോ ഈ തല? കുഴപ്പമില്ല. ഓക്കെ, ഇനി ബലൂൺ വിട്ട് കുടം പിടിച്ചോ. ഒഴിച്ചോ. വെള്ളം കളയരുത്. എടാ 3 ബലൂൺ എടുത്ത് റെഡിയാക്കി വേടാ. അപ്പൊ കുടം കൊണ്ടാവോ? ഓടിയോ. നിറക്കി കഴിഞ്ഞില്ല. നിറയ്ക്ക് അങ്ങോട്ട്. പിന്നെ അത് നിറക്കണ്ടേ ഫുള്ള്? ഓക്കെ. എടാ ബലൂൺ കൊടുക്കുമല്ലേ? ഓക്കെ, ഞാൻ വെച്ചിട്ട് ഓക്കെ ആണോ? ഓക്കെ, പൊയ്ക്കോളൂ. കൈ അടിച്ചു കൊടുക്കൂ. 20 സെക്കൻഡ്സ് ഉണ്ട്. 15 10 9 8 7 6 5 4 3 2 പെട്ടെന്ന് പോ. 1 and I am sorry out. ഒരു റൗണ്ട് കൂടെ വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സുനില ജയിച്ചേനെ. സുനിലേക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. കമോൺ. ഇപ്പൊ വിഷമിക്കേണ്ട. സുനിലേക്ക് 35,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. സുനിലയുടെ വീട്ടിൽ TV ഉണ്ടോ? വാഷിംഗ് മെഷീൻ ഉണ്ടോ വീട്ടില്? ഇനി തുണി അലക്കി കഷ്ടപ്പെടണ്ട, ഒരു വാഷിംഗ് മെഷീൻ ലഭിക്കുന്നുണ്ട്. 20,000 രൂപയുടെ ടിവിയും 15,000 രൂപയുടെ വാഷിംഗ് മെഷീനുമാണ് സുനിലേക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഹെലൻ ഉണ്ടല്ലോ, ഇതൊന്നും ഒരു വിഷയമല്ലോ. 1,05,000 രൂപയൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം. എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം പീറ്റിയല്ല, അത് മാത്രം മതി. എന്നെ ജയിപ്പിക്കണം പ്ലീസ്. അപ്പം ജയിക്കാനുള്ള എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദ്രജ കൊടുക്കുകയാണ് പാലക്കാട് നാച്ചുറൽ നെല്ലരി. നന്നായിട്ട് വീട്ടിൽ പോയി കഞ്ഞി വെച്ച് കുടിക്കും. അപ്പോ നമ്മുടെ സുനിലേക്ക് കൊടുക്കുന്നു സൂര്യ ടിവിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് കൊടുക്കേണ്ടത്. ഇതൊന്ന് മേടിക്കാം അങ്ങോട്ട് കൊച്ചേ. ഇനി ഒന്നും നോക്കണ്ട സുനില, തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചറിലേക്ക് പോവുക. അവിടെ പോയിട്ട് ഈ പറഞ്ഞ ടിവിയും നമ്മുടെ വാഷിംഗ് മെഷീനും ഉണ്ട്, അതങ്ങ് എടുത്തോളൂ.